ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. ഹരി ഓം. പ്രഭാത തീർത്ഥത്തിന്റെ സന്ദേശങ്ങളിലൂടെ ആത്മധ്യാനം ചെയ്യാൻ നാം ഉത്സാഹിക്കുകയാണ്. നമുക്ക് മാർഗദർശനമാകുന്നത് ശങ്കര ഭഗവത് പാദരുടെ ആദേശങ്ങളാണ്. അതിൻ്റെ ഒരു ഗൗരവം നമുക്ക് ശ്രദ്ധാപൂർവം പരിഗണിക്കാൻ സാധിക്കട്ടെ. ശ്രദ്ധ എന്ന വാക്കിന് വിശ്വാസം എന്നാണ് അർത്ഥം. പരമ്പരാഗതമായി കൈമാറി വന്ന അറിവിൻ്റെ അതേ സ്ഫുരണമാണ് ആചാര്യ ഭഗവത് പാദരുടെ കൃതികളിലൂടെ പ്രകാശിതമാവുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിറകിൽ വാത്സല്യമുണ്ട്, ഋഷി കാരുണ്യമുണ്ട്, ഒരുപാട് തത്വജ്ഞാനികളുടെ അനുഭവ സമ്പന്നരുടെ അനുഗ്രഹമുണ്ട്. ആ ഒരു ബോധ്യത്തോടെ ധ്യാനത്തിന് വേണ്ടി വിശ്വാസപൂർവം ശ്രദ്ധയോടെ നമുക്ക് പരിശ്രമിക്കാം. ധ്യാന സാക്ഷാത്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് ഉത്സാഹിക്കാം. 40-ാമത്തെ ശ്ലോകത്തിൽ 42-ാം ദിവസം നാം ചിന്തിക്കുന്നത് ജീവൻ മുക്തന്റെ അനുഭവ തൃപ്തി നേടിയിട്ടുള്ള അനുഭവ നിർവൃതി നുകരുന്ന ജ്ഞാനിയുടെ ലക്ഷണമാണ്. ഭഗവത് പാദരുടെ ഭാഷയിൽ രൂപവർണ്ണാദികം സർവം വിഹായ പരമാർത്ഥവിത് പരിപൂർണചിദാനന്ദ സ്വരൂപേണാവതിഷ്ഠതേ. രൂപവർണ്ണ ആദികം, രൂപം, രസം, ഗന്ധം, സ്പർശം ഇത്യാദി ഇവയൊക്കെ തന്നെ രൂപം, വർണ്ണം, ആദികം തുടങ്ങിയവ വിഹായ വെടിഞ്ഞിട്ട് പരമാർത്ഥവിത്ത്, പരമാർത്ഥത്തെ അറിഞ്ഞവൻ, പരമാർത്ഥവിത്ത്, പരമാർത്ഥത്തെ അറിഞ്ഞ ജ്ഞാനി. എന്താണ് പരമാർത്ഥം? വാസ്തവത്തിലുള്ളത്, വസ്തുലോകത്തിൽ പ്രതിഭാസിതമായി കാണുന്നതൊക്കെ, എക്സ്പ്രസ്ഡായി കാണുന്നതൊക്കെ റിയാലിറ്റിയുടെ ഷോ ആണ്. അത് റിയാലിറ്റി അല്ല. റിയാലിറ്റി, പരമാർത്ഥമായത് ഈ പ്രകടനത്തിന് അപ്പുറത്ത് പരിലസിക്കുന്ന തത്വമാണ്. പരമാർത്ഥവിത് എന്ന് പറഞ്ഞാൽ പ്രകടനങ്ങൾക്കപ്പുറത്ത് എക്സ്പ്രഷൻസിന് അതീതമായി പരിലസിക്കുന്ന എക്സിസ്റ്റൻസിനെ അറിഞ്ഞവൻ, തത്വത്തെ അറിഞ്ഞവൻ. പരമാർത്ഥവിത്ത് ധ്യാനത്തിലൂടെ ആത്മ സന്ദർശന സാക്ഷാത്കാരം കൊണ്ട് പരമാർത്ഥവിത് രൂപ വർണ്ണാധികം സർവം വിഹായ, രൂപം, വർണ്ണം മുതലായവയെ വെടിഞ്ഞിട്ട് പരിപൂർണ ചിദാനന്ദ സ്വരൂപേണ അവതിഷ്ഠതേ. അദ്ദേഹം അവതിഷ്ഠതേ വർത്തിക്കുന്നു. അദ്ദേഹം നിൽക്കുകയാണോ, ഇരിക്കുകയാണോ, നടക്കുകയാണോ, കിടക്കുകയാണോ, ഭക്ഷണം കഴിക്കുകയോ, സംസാരിക്കുകയോ, ഈ വക ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ജ്ഞാനിയെ സംബന്ധിച്ച് അന്വേഷകന് ഉണ്ടാവും. ഭഗവത്ഗീതയിൽ അർജുനൻ ചോദിക്കുന്നുണ്ട്, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ കിം ആസീത വ്രചേത കിം എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് ഭഗവാൻ പ്രത്യക്ഷത്തിൽ ഉത്തരം നൽകുന്നില്ല എന്നുള്ളത് ചിന്തനീയമാണ്. ഒരു ജ്ഞാനിയുടെ നിഷ്ഠ എന്തായിരിക്കും? ഒരു ജ്ഞാനി പരിപൂർണ ചിദാനന്ദ സ്വരൂപേണ അവതിഷ്ഠതേ. ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിഴല് എന്നും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരു അസ്വസ്ഥതയാവേണ്ട കാര്യമുണ്ടോ? നിഴലുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. ഒരു ചിത്തഭ്രമം ബാധിച്ച ആള്, ഭഗവാൻ രമണ മഹർഷിയുടെ ദൃഷ്ടാന്തമാണ് നിഴലിനെ കുഴിച്ചു മൂടാൻ തത്രപ്പെട്ടു അത്രേ. നിഴല് കുഴിയെടുത്തു കഴിഞ്ഞപ്പോ കുഴിയിൽ നിഴല്, വേഗം അത് മൂടാൻ ഉത്സാഹിച്ചു. പക്ഷെ മൂടിക്കഴിഞ്ഞപ്പോ നിഴല് വീണ്ടും ഉപരിതലത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഇതുപോലെ ലോകം ഇരിക്കട്ടെ, പക്ഷെ ഒരു ജ്ഞാനി തൻ്റെ ചിദാനന്ദ സ്വരൂപത്തിൽ സ്വസ്ഥനായിട്ടിരിക്കും. ലോകം അതിൻ്റെതായ പല പ്രകാര
വിസ്മയങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും. അതൊന്നും ജ്ഞാനിയെ ബാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു മുക്ത പുരുഷന്റെ ലക്ഷണം നമ്മുടെ മുന്നിൽ മാതൃകയായി ജ്വലിച്ചു നിൽക്കട്ടെ. പടിപടിയായി ആ ഒരു സാക്ഷാത്കാരത്തിന്റെ നിഷ്ഠയിലേക്ക് നമുക്ക് വളരാൻ ഉത്സാഹിക്കാം. രൂപവർണ്ണാദികം സർവം വിഹായ പരമാർത്ഥവിത്ത് പരിപൂർണ ചിദാനന്ദ. ചിത് അറിവ്, ആനന്ദം സന്തോഷം, ബ്ലിസ്, പരിപൂർണ ചിദാനന്ദ കോൺഷ്യസ്നസ് ആൻഡ് ബ്ലിസ്. അതിൽ സ്വരൂപേണ അവതിഷ്ഠതേ. സംശയങ്ങൾ അകന്ന്, പരിഭ്രാന്തികൾ അകന്ന് ആശ്വാസത്തിന്റെ സുന്ദര തീരത്തെ പ്രാപിച്ച് സ്വസ്ഥനായി രമിക്കുന്നു, ലോകവ്യവഹാരവും നടത്തുന്നു. ഈ ഒരു മുക്തപുരുഷൻ മുന്നിൽ മാതൃകയായി ജ്വലിച്ചു നിൽക്കട്ടെ. ആ തൃച്ചേവടികളെ നമുക്ക് പിന്തുടരാം. ഹരിയും.